എന്തോ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. വില്യം ചേട്ടാ എന്തോ നമസ്കാരം. 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 വില്യം ചേട്ടൻ ഒരുപാട് ഓഡിയോ കാസറ്റുകൾ, ടെലിവിഷൻ ഷോകള്, അതെ. പല സിനിമകളുടെ എഴുത്തുകളിൽ സഹായിക്കുക, വീഡിയോ കാസറ്റുകൾ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ ഡയറക്ഷൻ തുടങ്ങി കുറെ അധികം കാലമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഹാസ്യരംഗത്തുള്ളതാണ്. പിന്നീട് ഇപ്പം മറ്റ് ടെലിവിഷൻ ഷോസിലും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പെർഫോം ചെയ്യുന്ന പല സ്കിറ്റുകളുടെയും ഗ്രൂമറായിട്ട് പിന്നണിയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് വില്യം ചേട്ടൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. വിശേഷം ഞാൻ പറഞ്ഞുതരാം. ആ, ഇനി വില്യം ചേട്ടൻ ചെയ്യാൻ പോകുന്നത് അടുത്തത് സിനിമയാണ്. താങ്ക് യു. പ്രേം നസീർ എന്നാണ് പടത്തിന്റെ പേര്. ഇവിടെ വെച്ച് അനൗൺസ് ചെയ്തേക്കാം. പ്രേം നസീർ. ഗംഭീരമായിട്ടുണ്ട്. സന്തോഷം. ഈ ഒരു ഫ്ലോറിൽ വന്നിട്ട് അനൗൺസ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ആ പടം ഗംഭീരമാവും. വില്യം ചേട്ടൻ ഏകദേശം എത്ര വർഷമായി പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയാണ്. ഞാനും കോട്ടൻ നസീറും കൂടെ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം മിമിക്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അബി, നാദിഷ, ദിലീപ് അവരുടെ കയ്യിലാണ് ഞാൻ പിന്നെ വന്നത്. അതിനുശേഷം ഒരു 10-30 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. 20-30 വർഷമായി. ഞാൻ കാണുന്നത് സാഗർ എന്ന് പറയുന്ന അബിക്കയുടെ ട്രൂപ്പിൽ, അതെ, കൊച്ചിൻ സാഗർ എന്റെ നാട്ടിൽ വന്നിട്ട് തകർത്തെന്ന് പറഞ്ഞാൽ തകർത്തുകൊണ്ടിരിക്കുന്ന കോട്ടയം വില്യംസിനെയാണ് അന്ന് ബോൾഗാട്ടിയില്. അതെ, കോൾഗാട്ടി പള്ളിയിൽ പരിപാടി കാണുമ്പോ അന്ന് ദിലീപേട്ടനും അബിക്കയും കൂടി സൈന്യം എന്നുള്ള സിനിമയുടെ ടൈമില് അവരുടെ കുറവ് നികത്തിയതന്ന് വില്യംസ്. ഞാൻ അവിടെ സൈന്യത്തിന് പോയപ്പം സാഗറിൽ ഇറക്കിയ സൈന്യത്തിന്റെ നേതാവായിരുന്നു വില്യം സമയത്ത്. അല്ല, സലിംകുമാറിനെ ആദ്യമായിട്ട് ഓഡിയോ കാസറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി ക്ഷണിക്കാൻ പോയത് ഞാനാണ്. ഞാനും അബിക്കാൻ കൂടെ 94 മിമിക്സ് ഡ്രാമ 94 ഒരു കാസറ്റ്. അബിക്ക് പറഞ്ഞു വേറെ ആരും വേണ്ട, നീ ഞാൻ മാത്രം മതി, നമുക്ക് കുറേ എഴുതാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എഴുതാനിരുന്നപ്പോൾ അതിനകത്ത് കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അനുകരണം വന്നു. അപ്പം പറഞ്ഞു 93 സലിംകുമാറിന് യൂണിവേഴ്സിറ്റി വിന്നറാകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു സലിംകുമാർ എന്ന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, കാണാൻ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെന്നിട്ട് വിളിച്ചുകൊണ്ട് വരണം, അബി പറഞ്ഞിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെന്നപ്പോൾ സലിംകുമാറിനെ അന്വേഷിച്ചു. പറവൂരി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. 6:30 ചെല്ലുമ്പോൾ അവിടെ മണലും പുറത്ത് ചമ്പ്ര മടഞ്ഞൊരു വീഡിയോ വിളിച്ച ഒരാൾ ഇരിപ്പുണ്ട്, ആളാണ് സലിംകുമാർ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ കറക്റ്റ് അടയാളമാണ്. അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചെന്നിട്ട് നമസ്കാരം, ഞാൻ വില്യംസ്, എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അബിക്ക പറഞ്ഞിട്ട് ഏതവി. ഞാൻ പറഞ്ഞു ഇങ്ങനെ സാഗറിലെ അബി, കൊച്ചിൻ സാഗർ. എന്താ ഒരു ഓഡിയോ കാസ്റ്റ് ഉണ്ട്, അതായത് പങ്കെടുക്കാനായിട്ട് നാഗലെന്ന് വിളിക്കാൻ വേണ്ടി. അങ്ങനെ സലിംകുമാർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഓഡിയോ കാസ്റ്റ് മിമിക്സ് ഡ്രാമ 94 ആണ്. പിന്നെ എഴുത്ത് രംഗത്ത് 10-15 വർഷമായിട്ട് എഴുത്തിലോട്ട് തിരിഞ്ഞത്. തുടക്കത്തിൽ എഴുത്തുണ്ടോ വില്യം? ഞാൻ കോമിക്കോളാം എന്ന ഒരു പ്രോഗ്രാമിനാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സമയത്ത്, അബിക്കായി നാദിഷയൊക്കെ ഉള്ള സമയത്താണ് അതിനാണ് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി, ചെറിയ സ്കിറ്റുകൾ എഴുതി തുടങ്ങി. പിന്നെ സിനിമാല അങ്ങനെ ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, സ്കിറ്റ് എഴുതി. ഏതാണ്ട് ഒരു 4212 കോമഡി സ്കിറ്റ് എഴുതിയിട്ടുണ്ട്. വില്യംസ് ചേട്ടൻ ഏറ്റവും കൂടുതൽ കയ്യടി മേടിച്ചിട്ടുള്ളത് ട്രെയിലർ എടുത്തിട്ടാണ്. അതെ, ട്രെയിലറാണ് ഏറ്റവും കൂടുതൽ. അതായത് എൻ്റെ ദേശീയ ഐറ്റംസ് എന്നാണ് പറയുന്നത്. ഫൺസ് ഓഫ് ടൈമിൻ്റെ ഈ വേദിക്ക് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചൈനീസ് ട്രെയിലർ. അതെ. When you do when you was sneaky, I want to go man now. You do with me and begin. I tell you what's my name. Now we join here. Now we join me. I will tell you what thing. Why have you want to get to my head away from the master? Run so we in topic in the I ain't going to be now we do. Oh, and tell of me and sing you. So don't forget that we this me. Oh, I can't wait to is me. Son, Papa, you're more again, man, I'll sing. Run, Papa, we can do that. We can my about the and sing. Oh, and pal, is he doing it sing? I want to get you, master. I want to get you almost back. I want to get you. Run, Papa, get you home. Oh, and Papa, get you almost back. I want power. Pow, we see. Pow. Son packet you on I want to have a new show. Well, we chill. കറങ്ങിയുള്ള ചവിട്ട് മാത്രമേ ഉള്ളൂ. തോക്കെടുത്തുള്ള കളിയില്ല.